തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ KSU നടത്തിയ ക്യാമ്പിലുണ്ടായ കൂട്ടത്തല്ലിൽ നിരവധി പരാതികൾ ലഭിച്ചുവെന്ന് KPCC അന്വേഷണ സമിതി. ഉണ്ടായത് ചെറിയ വാക്കുതർക്കമെന്നും പുറത്തുവന്ന ദൃശ്യങ്ങൾ വ്യാജമെന്നും ന്യായീകരിച്ച് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പ് നേരത്തെ നിർത്തി. ഇന്നലെ അർദ്ധരാത്രിയാണ് നെയ്യാർ ഡാം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന തെക്കൻ മേഖലാ പഠന ക്യാമ്പിൽ പ്രവർത്തകർ തമ്മിൽ തല്ലിയത്. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന നാടൻ പാട്ടിനിടെയായിരുന്നു പ്രവർത്തകർ തമ്മിലുള്ള അടിപിടി. സംഘടനയ്ക്ക് നാണക്കേടായ വിഷയത്തിൽ മാധ്യമങ്ങളെ പഴി പറഞ്ഞ് രക്ഷപ്പെടാനായിരുന്നു KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറുടെ ശ്രമം. പുറത്തുവന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കട്ടെ എന്ന് അലോഷ്യസ് സേവ്യർ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ. വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ തർക്കം, ആ ഒരു തർക്കത്തെ വലിയ പർവ്വതീകരിച്ചുകൊണ്ട് KSUവിന്റെ ക്യാമ്പിലെന്നാണ്ട് വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത്ര മനോഹരമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുമോ എന്ന് കേരളീയ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. KPCC നിയോഗിച്ച 3-അംഗ സമിതി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. KSUവിന്റെ പ്രാദേശിക ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് സംഘർഷത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. സംഘടനയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ തിരുത്തൽ നടപടികൾ ഉണ്ടാകും. ഇന്ന് രാത്രിയോടെ സമാപിക്കേണ്ട ക്യാമ്പ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉച്ചയോടെ നിർത്തി. ക്യാമ്പ് അലങ്കോലപ്പെടുത്താൻ പുറത്തുനിന്നെത്തിയവർ നടത്തിയ നീക്കമാണെന്ന് സംഘടനയ്ക്കുള്ളിൽ സംസാരമുണ്ട്. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.